അപ്പോ ട്രിബ്യൂട്ട് ടു MS ബാബുരാജ്, ബാബുക്കയുടെ റൗണ്ട് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഓരോരോ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ബാബുക്കയെ കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ബാബുക്കയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല എന്ന്. പക്ഷെ കൂടുതൽ ഓർമ്മകൾ അല്ലെങ്കിൽ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇന്ന് നമ്മുടെ ഫ്ലോറിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? അത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആലോചിക്കില്ലല്ലോ. അല്ലെ, ബാബുക്ക് എന്റെ ഫാമിലിന്ന് ആരെങ്കിലും ആയിരിക്കും. ആ ചേച്ചിക്ക് ഫാമിലി ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ടല്ലോ. അതെ, ചേച്ചിക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? മകൻ മകൾ മകൻ മകൾ മകൻ മകൻ ആണോ? ജബ്ബാർക്ക. ജബ്ബാർ ബാബുരാജ്. ജബ്ബാറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ കാണാനും ഈ സ്റ്റേജിൽ വന്ന് നിൽക്കാനും സാധിച്ചതിൽ. വളരെ സന്തോഷം. അല്ല, ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. കാര്യം നമുക്കൊക്കെ ഒരു ജീവിതത്തിൽ ബാബുക്കെ ഒരു വട്ടം കാണണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടന്നതേ ഇല്ല. അത് കുറേ വിഷമമാണ് സത്യത്തിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ മകനെ കാണാൻ കഴിഞ്ഞതിൽ കുറേ സന്തോഷം, മനസ്സ് നിറയെ സന്തോഷം. അതാണ് ഈ റൗണ്ട് വന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാരും പറഞ്ഞ ഏറ്റവും വലിയൊരു സങ്കടം അതാണ്, നേരിട്ടൊന്ന് കാണാൻ പോലും പറ്റിയില്ല എന്നുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് അറിയണം ബാബുക്കയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങള് ജബ്ബാറൊക്കെ നമുക്ക് പറഞ്ഞു തരണം. ഞാനും അതേപോലെ തന്നെയാണ്. എനിക്ക് ഒരു 13-14 വയസ്സാകുമ്പം തന്നെ ഉപ്പൻ്റെ ആ കൈ വിട്ട് പോയിക്കണ്. ഞാൻ ഇപ്പം ഒരു 10-14 വയസ്സ് വരെയാണ് ഉപ്പയെ കാണാൻ സാധിച്ചത്. ഇപ്പം മരണപ്പെട്ടിട്ട് 47-48 വർഷമാകാതായി. എവിടെ ചെന്നാലും ആരെങ്കിലും ഇപ്പൻ്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. നീ ബാബുക്കൻ്റെ മകനല്ല പറയുമ്പോൾ ഇപ്പൻ്റെ കഥകളും ഇപ്പൻ്റെ പാട്ടുകളും തന്നെ ആയിരിക്കും വിഷയം. അങ്ങനെ ജീവിതത്തിൽ ഫുള്ള് ബാബുക്ക് തന്നെ. അങ്ങനെയാണ് ഉപ്പനെ മനസ്സിലാക്കാൻ സാധിച്ചത്. മരിക്കുമ്പോൾ ചെറുതായപ്പോൾ മനസ്സിലായിട്ടില്ല. മറ്റുള്ള ആളുകൾ ഇപ്പനെ പറ്റിയിട്ട് പല കാര്യങ്ങളും പറയുമ്പോഴാണ് ഇത്ര വലിയ ഒരു മനുഷ്യന്റെ മകനാണ്, ഇത്ര വലിയ സംഗീതജ്ഞന്റെ മകനാണ് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാലും ഇപ്പൊ ജബ്ബാർക്കയുടെ മനസ്സിൽ ആ ഒരു ഉപ്പ, ഓർമ്മയിലുള്ള ഒരു ഉപ്പ എങ്ങനെയായിരുന്നു? വീട്ടിലൊക്കെ എല്ലാ കുട്ടികളോടും ഉപ്പൊക്കെ വളരെ സ്നേഹമായിരുന്നു. കാരണം ഇപ്പ ചെറുപ്പത്തിൽ തന്നെ ഒറ്റക്കായിരുന്നു ജീവിച്ചത്. കാരണം ഇപ്പൻ്റെ ഉപ്പ കൽക്കത്തന്നെ ആ ഭാഗങ്ങളിൽ നിന്ന് നോർത്തുനിന്ന് വന്നതാണ്. ഇവിടെ കല്യാണം ചെയ്തപ്പോൾ അവർക്ക് ഫാമിലി ഒന്നും ഇല്ലായിരുന്നു ഉപ്പക്ക്. ഉപ്പന അനാഥ ബാലന്റെ മാതിരിയാണ് വളർന്നത് ഇവിടെ. എങ്ങനെ ഉപ്പ പാട്ടൊക്കെ പഠിപ്പിച്ച് തരുമായിരുന്നോ? ഞാൻ ചെറുപ്പത്തിലെ ഇപ്പൻ്റെ കൂടെ തന്നെ ആയിരിക്കും അധികം. കാരണം 3 പെൺകുട്ടികളാണ് എൻ്റെ ചേച്ചിമാര്. പിന്നെ 4ാമത് ഇപ്പം മദ്രാസിലൊരു പടത്തിന്റെ ഒരു റെക്കോർഡിങ് കുട്ടിക്കുപ്പായം അങ്ങനെ ഏതോ ഒരു പടം ചെയ്തു വന്നിട്ട് വേറൊരു പടത്തിന്റെ വർക്കിന് പോകുമ്പോൾ ഉമ്മ പറഞ്ഞു, ഇന്ന് പോണ്ട ഉമ്മ, നിങ്ങൾക്കൊരു ഈ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു ആൺകുട്ടിനെ ഗിഫ്റ്റായിട്ട് തരും, എന്നിട്ട് നാളെ പോകാൻ പറഞ്ഞു. അതേപോലെ തന്നെ ആ ദിവസമാണ് ഇപ്പൊ മദ്രാസിലേക്ക് പോണ ആ ദിവസമാണ് എന്നെ പ്രസവിക്കുന്നത്. ആൺകുട്ടി, മൂത്ത ആൺകുട്ടിയാണ്. അതുകൊണ്ട് ആ കുട്ടിക്കുപ്പായത്തിലെ നസീറിന്റെ പേരനായിരുന്നു ജബ്ബാർ. അപ്പൊ ആ പേരൻ എപ്പൻ്റെ അനിയനും മജീസ്ക്ക് എനിക്ക് ആ ജബ്ബാർ തന്നെ ഇടാ എനിക്ക് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ആ പേര് തരാനും കാരണം അറിഞ്ഞത്. ജബ്ബാറൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയം ഒരു കയ്യില് ഹാർമോണിയം ഒരു കയ്യില് ജബ്ബാറൊക്കെ ആയിട്ടാണ് പോവാറുള്ളത്. അതെ, അത് ഏത് പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ പറ്റിക്കൂടും ഉപ്പൻ്റെ കൂടെ. ഞാനും വരാന്ന്. പിന്നെ മദ്രാസ് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ട്യൂൺ ചെയ്യുമ്പോൾ ഒക്കെ പ്രത്യേക കിടക്കല ഇരുന്നിട്ട് തന്നെ ഭൈരവമാഷുണ്ടാവും അവിടെ തബല വെച്ചിട്ട്. ഇപ്പൊ ഒരു ഹാർമോണിയം വെക്കും, ആർക്കശേഖർ അങ്ങനെ അവരാരെങ്കിലും ഒരാൾ എഴുതാനും ഉണ്ടാവും. ഇപ്പൊ അപ്പം തന്നെ ട്യൂൺ ചെയ്തും കൊണ്ടേ നിൽക്കും. ഇപ്പൊ ട്യൂൺ വേണ്ടെങ്കിൽ നിങ്ങൾ ആർക്കശേഖറിന്റെ അല്ലെ വേറെ ചിന്നത്തമ്പി പറഞ്ഞ അസിസ്റ്റന്റ് ഒക്കെ ഉണ്ട്, അവരെ മുഖത്തേക്കൊന്ന് നോക്കൂ, ഇത് ശരിയാണോന്ന്. അപ്പോൾ എന്നാ ശരിയാണെങ്കിൽ എഴുതിക്കോ അറിയും. അങ്ങനെ അത്ര പെട്ടെന്നായിരുന്നു ഇപ്പൊ ട്യൂൺ ചെയ്തത്. പിന്നെ അപ്പോഴൊക്കെ ഹാർമോണിയം ഞാനിങ്ങനെ പിടിച്ച് വലിച്ച് കളിക്കുമ്പോൾ പറയും, ഇങ്ങനെ എനിക്ക് പഠിപ്പിച്ചു തരണം ഞാൻ. അപ്പം മറ്റുള്ള ബാബുക്ക് അവനക്ക് പഠിക്കണ്ടേ, ഹാർമോണിയൊക്കെ ഒന്ന് പഠിപ്പിച്ച് പാട്ടൊക്കെ പഠിപ്പിക്കണ്ടേ. അപ്പം പറയും അവൻ കണ്ടെത്തി പഠിച്ചോളൂ, അവൻ്റെ ആവശ്യമില്ല വിഷയമാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താലും അവൻ പഠിക്കില്ല അറിയും. അവനക്ക് ഹാർമോണിയം വായിക്കണം ആവശ്യമുണ്ട് തോന്നിക്കഴിഞ്ഞാൽ അവനെങ്ങനെയും കണ്ടെത്തി അത് പഠിച്ചോളൂ. ഞാൻ അങ്ങനെ തന്നെ എൻ്റെ ഉപ്പ എനിക്ക് കുറഞ്ഞ ജലതരംഗവും കുറഞ്ഞ
സംഗീതം പഠിച്ചു. പിന്നെ ഞാനും അത് കണ്ടെത്തിച്ച് അങ്ങനെ പഠിച്ചതാണ് അറിയും. അല്ല വീട്ടില് പാടുവോ ബാബുക്ക? ആ പാടാറുണ്ട്. പാട്ട് തന്നെ, പാട്ടും കയ്യും ഇങ്ങനെ തന്നെ ആയിരിക്കും എപ്പോഴും. ഓ ഹാർമോണിയം വായിക്കുന്ന കൈ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും, പാടും. ഉം. മഞ്ജരി ചേച്ചി നിങ്ങൾ എപ്പോഴും കാണാറുണ്ടായിരിക്കുമല്ലോ. എനിക്ക് ബാബുഖാന്റെ മൂത്ത മോള് സാബിറത്തായിട്ടാണ് കൂടുതൽ കണക്ഷൻ. ഒരു കണക്ഷൻ എന്നല്ല, ഞാൻ സിനിമയിൽ പാടി തുടങ്ങിയ സമയത്ത് കൊണ്ടോട്ടി ഭാഗത്ത് പോകുമ്പം അവരെ വീട്ടിലായിരുന്നു താമസിച്ച് ഒരുപാട് പാട്ടുകളും കാര്യങ്ങളൊക്കെ സംസാരിച്ച് പാടി അടിച്ചു പൊളിച്ച് ശരിക്കും അതൊരു ഒരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര എനർജിയാണ് അവര്. ഫസ്റ്റ് മഞ്ജരി ഒരു പ്രോഗ്രാം മസ്കത്തിൽ ചെയ്തിട്ട് അവർക്ക് ഫസ്റ്റ് കിട്ടിയ പൈസ ഉമ്മന്റെ കൈ കൊണ്ട് കൊടുത്ത ആളാണ് മഞ്ജരി. പിന്നെ ഉമ്മക്ക് ഫസ്റ്റായിട്ട് ഒരു മൊബൈൽ വേണമെന്ന് പറഞ്ഞു മഞ്ജരിനോട്. അന്ന് മൊബൈൽ ഇറങ്ങണുള്ളൂ, ടച്ച് ഫോണൊന്നുമില്ല, സാധാ ഒരു ഫോൺ. നിന്നെ വിളിക്കണമെങ്കിൽ ദാസനാട്ടനെ വിളിക്കണം, അപ്പൊ എനിക്കൊരു ഫോൺ വേണം. ഫസ്റ്റ് നമുക്ക് ഫോൺ വാങ്ങി കൊടുത്തത് മഞ്ജരി എന്നാണ്. ചേച്ചി എന്തായാലും താങ്ക് യു സോ മച്ച്. ബാബുക്ക ഈ ഒരു ഫ്ലോറില് ബാബുക്കയുടെ ഒരു പ്രസൻസ് നമുക്ക് വന്ന പോലെ തന്നെയാണ് ജബ്ബാർക്ക് ഇവിടെ വന്നപ്പോ. ഉപ്പാടെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടോ? ഒരുപാട് പാട്ടുകളുണ്ട്, എന്നാലും പിന്നെ എല്ലാ പാട്ടുകളും ഇഷ്ടം തന്നെ. ഇപ്പൊ ഹാർമോണിയം കൈ വെച്ചെന്ന് തന്നെ ഇപ്പാണ്. എന്റെ ഹാർമോണിയം ഉണ്ട്, ഞാൻ ഹാർമോണിയത്തിലൊരു പാട്ടില്ലേ? പിന്നെ ഉറപ്പായിട്ടും അത് വെച്ചിട്ടാണ് ഇത്ര നേരം ഇങ്ങനെ നിന്നത്. അത് ആദ്യം അതല്ല ഞങ്ങൾക്ക് വേണ്ടത്. ബാബുരാജിന്റെ ഒരു 38ാം ചരമദിനത്തിന്റെ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ പോയപ്പോൾ ജയേട്ടൻ എന്നോട് ഇവിടെ ഇരിക്കുക പറഞ്ഞ അകത്ത് കയറ്റി ഇരുത്തി. അപ്പം ജയേട്ടൻ ഉണ്ട് കുറച്ച് കാശൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നു, നീ എന്താ വന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ജയേട്ടൻ അങ്ങനെ പിന്നെ ഒരു ചരമദിനത്തിന്റെ ഒരു പരിപാടി കോഴിക്കോട് ടാവൂർ വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജയേട്ടൻ ആ പരിപാടിയിലൊന്ന് പങ്കെടുക്കണം, അതിന് ക്ഷണിക്കാൻ. അതിനെന്തുകൊണ്ടോ ഞാൻ അവിടെ എന്തായാലും ആ ദിവസം ഉണ്ടായിരിക്കും പറഞ്ഞു. ഈ ക്യാഷ് ഞാൻ പറഞ്ഞു ക്യാഷൊന്നും വേണ്ട എനിക്ക് പറഞ്ഞപ്പം അതൊന്നും കേൾക്കാതെ ക്യാഷ് എൻ്റെ അടുത്ത് തന്ന് ആ പരിപാടിക്ക് ജയേട്ടൻ വന്ന്. അപ്പം ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പറഞ്ഞു, ഒരു പാട്ട് ജയേട്ടൻ പാടുന്നത് എനിക്ക് വായിക്കാൻ ഹാർമോണിയം തബല ഉപയോഗിച്ചിട്ട് വായിക്കാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ട് പറഞ്ഞു. അതിനെന്തുകൊണ്ടോ നീ അവിടെ ഇവിടെ താഴെ തന്നെ അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ എൻ്റെ അടുത്ത് താഴ്ത്തിരുന്ന് ഈ പാട്ട് ഇങ്ങനെ ഞാൻ രാഗഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ദേവതേ അനുരാഗഗാനം പോലെ അഴകിന്റെ അല പോലെ മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ? മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ? മഴവില്ലി നാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവില്ലി നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതകമാണിക്ക മലരാണോ? അനുരാഗഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ
ജയേട്ടനെ ഓർക്കാതിരിക്കാൻ പറ്റൂല. അത് ഞാൻ ജയേട്ടനെ എന്നാ പരിപാടിക്ക് വന്നിട്ട് എന്നോട് ഒരു രൂപ വരെ വാങ്ങാതെ എൻ്റെ അടുത്തിരുന്ന് പാടിത്തന്ന് വളരെ ആ സമയത്ത് എന്നോട് എന്നെ കെട്ടിപ്പിടിച്ച് അവിടെ വീട്ടിലെത്തിയതിന് ശേഷം പരിപാടി അങ്ങനെ ഉണ്ടായിരുന്നോടോ ഒക്കെ ചോദിച്ചെന്നെ വിളിച്ച്. ആ വലിയ മനുഷ്യൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞതിൽ വളരെ സങ്കടവും ഇതുമുണ്ട്. ഓക്കെ ജബ്ബാറിക്ക, താങ്ക് യു സോ മച്ച് വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിനും ഒരു പെർഫോമൻസ് പാടി നമുക്ക് ഹാർമോണിയം വായിച്ച് കേൾപ്പിച്ചതിന്. അല്ല, അദ്ദേഹത്തിന്റെ കൂടെ നമുക്ക് പാടാൻ പറ്റിയ ഒരു മഹാഭാഗ്യമാണ്. മകനല്ലേ. ഞാനത് അങ്ങനെ ഒന്നും പഠിച്ചതല്ല. ഇപ്പം ഓരോ ആളുകൾ വിളിക്കും, അപ്പം പറയും നീ ഒന്ന് ഏതെങ്കിലും ഒരു പാട്ട് വായിക്കുക, അത് വായിക്കുക. അപ്പം ചെറിയ മാഫിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് ഒരു ഇൻസ്ട്രുമെന്റ്സ് ഞങ്ങളൊരു പെട്ടിയൊരു തബലയായിട്ട് പോകും. കോഴിക്കോട് ഈ സംഗീതത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് അധികം. അപ്പൊ അവര് കൂടുമ്പം പോകും. അപ്പം നീ ഏതെങ്കിലും വായിക്കുക അറിയുമ്പോ അങ്ങനെ പഠിച്ച് അപ്പൊ ആരെങ്കിലും പറയാം അകല, നീ ഒന്ന് അപ്പൊ അകല ഓരോ സാധനങ്ങളും ഇങ്ങനെ അവര് പറയൂ. അപ്പൊ അങ്ങനെ ഓരോ ബാക്ക്ഗ്രൗണ്ട്സും പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് ഓരോ കാര്യങ്ങളും പഠിച്ച് അങ്ങനെ വന്നു. അതൊന്ന് വായിക്കാമോ? ആ അകലേക്ക് വായിച്ചത് ഞങ്ങള് ബാക്കി പാടിത്തരാം. പാടുത്ത ആഴിവരും നദിയും കുളിരും പാരിജാത മലരും മണവും പാടിവരും നദിയും കുളിരും പാരിജാത മലരും മണവും അകലെ നീരാകാശം അലതല്ലും മേഘതീർത്ഥം അരികിലെന്റെ ഹൃദയാകാശം അലതല്ലും രാഗതീർത്ഥം അകലെ Nice.